അത് രണ്ടക്ഷരം പ്രയോഗിക്കുന്നല്ലേ ഉള്ളൂ. രണ്ടക്ഷരം പ്രയോഗിച്ചു എന്നല്ലേ ഉള്ളൂ. എന്താ അക്ഷരം എന്നാ മാപ്ര എന്ന് പറഞ്ഞാൽ അറിയില്ല, എന്ന് ചോദിക്കണം. എന്താണ് മാപ്ര? മാപ്ര എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യം വാർത്താ സമ്മേളനത്തിൽ സജീവമായി ഉയർന്നു. മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഈ ചോദ്യം MP ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം A വിജയരാഘവൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മാപ്ര എന്ന പദം ഉപയോഗിച്ചു. അത് മാധ്യമപ്രവർത്തകരെ കളിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതാണ് മാധ്യമപ്രവർത്തകരുടെ വാദം. അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ? അങ്ങനെ CPIM തീരുമാനിച്ചിട്ടുണ്ടോ മാധ്യമപ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കാൻ എന്ന ചോദ്യമാണ് MP ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചത്. അപ്പോഴാണ് എന്താണ് മാപ്ര, എങ്ങനെ പേര് വന്നു, എന്താ അതിൽ തെറ്റ് എന്ന തിരിച്ചുള്ള ചോദ്യവുമായി MP ഗോവിന്ദൻ മാസ്റ്റർ എഴുന്നേറ്റത്. അത് നമുക്കൊന്ന് കാണാം. അത് രണ്ടക്ഷരം പ്രയോഗിക്കുന്നല്ലേ ഉള്ളൂ. രണ്ടക്ഷരം പ്രയോഗിച്ചു എന്നല്ലേ ഉള്ളൂ. എന്താ അക്ഷരം എന്നാ മാപ്ര എന്ന് പറഞ്ഞാൽ അറിയില്ല, എന്ന് ചോദിക്കണം. അന്നല്ലേ ചോദിക്കണ്ടത്. എന്റെ അറിവിൽ മാധ്യമപ്രവർത്തകർ എന്നാണ്. അതിനെന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത് ഞാനെന്താ കുഴപ്പമെന്ന് പറ. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുകൊണ്ടാണ് പ്രശ്നം. നിങ്ങളിപ്പോ ചോദിച്ചല്ലോ മാപ്ര എന്ന് വിജയരാഘവൻ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ അതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അല്ല, പ്രയോഗം ശരിയോ തെറ്റെന്ന് പറയാം. നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് അറിയില്ല എന്നാണ്. പിന്നെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ചോദിക്കായിരുന്നത്? അന്ന് പ്രസംഗത്തിൽ ചേരാൻ ചോദിക്കണം. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിഘണ്ടുകൾ നോക്കണം. ഏതെങ്കിലും രീതി നോക്കണ്ടേ നിങ്ങൾ? വെറുതെ എന്നോട് ചോദിക്കുക മാപ്ര എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല. പക്ഷെ പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ, അതിന്റെ ആദ്യത്തെ മാ പിന്നെ പറ. മാധ്യമപ്രവർത്തകർ എങ്ങനെയാ പരിഹാസാകുക? മാധ്യമപ്രവർത്തകർ മഹനീയമായൊരു ജോലിയല്ലേ. അതിനെന്താ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കുഴപ്പം? ഇനി എന്താ നമ്മൾ വിളിക്കേണ്ടതില്ല? അല്ല, നിങ്ങൾ ചോദിക്കും പറയും മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? അത് വിളിക്കാം, നമുക്ക് പ്രശ്നമില്ല. അത് ചില ആൾ പല രീതിയിൽ ഉപയോഗിക്കുന്നതല്ല പ്രശ്നം. അതിന്റെ കൃത്യമായ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം. പോരെ? ധാരാളം കാര്യങ്ങൾ ഇല്ല, ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിന് ഒപ്പം ചേർത്ത് മാപ്ര പറഞ്ഞാൽ മാപ്രയും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് നിങ്ങൾക്ക് എന്താ പറയട്ടെ, മാപ്ര എന്ന് പറഞ്ഞത് തെറ്റില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ. ഏതാ പത്രം? 24 നാളെ വാർത്ത വേണം. ആ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് ചോദിക്കണ്ട കേട്ടോ. അത് ഉണ്ടാക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ കമ്മികൾ എന്ന പ്രയോഗം കൂടി ഉണ്ട്. അപ്പൊ അതുപോലെ പ്രയോഗിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ എന്തെല്ലാം പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. അതുപോലെയൊന്നല്ല കേട്ടാ. വെറുതെ ആവശ്യമില്ലാതെ താരതമ്യം വേണ്ട. ആവശ്യമില്ലാതെ താരതമ്യം ഉണ്ടാക്കണ്ട. അടുത്ത കാലത്താണ് മാപ്ര എന്ന വാക്ക് സജീവമായി ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിലാണ് മാപ്ര എന്ന വാക്ക് ആദ്യമായി വരുന്നതും മാധ്യമപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി. മാധ്യമപ്രവർത്തകർ CPIMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ കളിയാക്കുന്നതിന് വേണ്ടി CPIMന്റെ സൈബർ ഇടങ്ങളിലാണ് ആ പേര് ആദ്യം വന്നത്. അത് വലിയ ചർച്ചയാവുകയും ഇപ്പോൾ എല്ലാവരും പൊതുവെ മാധ്യമപ്രവർത്തകരെ മാപ്രകൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ശരിയായ രീതിയിലല്ല മാധ്യമപ്രവർത്തനം നടത്തുന്നത്. പക്ഷപാതപരമായിട്ടാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്. ഏകപക്ഷീയമായി സർക്കാരിനെയും CPIMനെയും ആക്രമിക്കുക എന്നതാണ് മാധ്യമപ്രവർത്തകരുടെ രീതി. അതുകൊണ്ട് തന്നെ ഇവരെ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇവരെ മാപ്രകൾ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് CPIMന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വാദം. ആ വാദം CPIM നേതാക്കൾ ഏറ്റെടുത്തോ? ആ വാദത്തെ CPIM അംഗീകരിച്ചോ? അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. A വിജയരാഘവനെ പോലെ CPIMന്റെ മുതിർന്ന നേതാവ് മാപ്ര എന്ന വാക്ക് ഉപയോഗിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ഉയർത്തിയത്. അത് മാധ്യമപ്രവർത്തകരെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നത്. എന്നാൽ MP ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അത് കളിയാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മാധ്യമപ്രവർത്തകർ എന്ന വാക്കിന്റെ ചുരുക്കമാണ് മാപ്ര എന്ന്. അത് നിങ്ങൾക്ക് കളിയാക്കലായി തോന്നുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ നിങ്ങളാണത് പറയേണ്ടത്, നിങ്ങളാണത് ചോദിക്കേണ്ടത്. അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ മനസ്സിലാക്കുന്നത് മാപ്ര എന്നാൽ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്നാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് CPIM ചെയ്തിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഈ വാക്ക് ചർച്ചയായി മാറിയിരിക്കുന്നു. നേരത്തെ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഈ വാക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ രാഷ്ട്രീയ നേതാക്കളും മാപ്ര എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാധ്യമങ്ങളെ, മാധ്യമപ്രവർത്തകരെ വിമർശിക്കുന്നതിന് വേണ്ടി. അതുതന്നെയാണ് MP ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞിരിക്കുന്നത്. അതിൽ തെറ്റില്ല എന്ന്. മാപ്ര എന്നത് മാധ്യമപ്രവർത്തകർ എന്ന വാക്കിന്റെ ചുരുക്കപ്പേരാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? മാധ്യമപ്രവർത്തകർ മാപ്ര എന്ന വാക്കിനെ എങ്ങനെയാണ് കാണുന്നത്? അത് കളിയാക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതല്ല ഒരു പേരിന്റെ ചുരുക്കമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തിനാണ് ആരെങ്കിലും മാധ്യമപ്രവർത്തകരെ മാപ്രകൾ എന്ന് വിളിക്കുമ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്നത്? കോഴിയെ കട്ടവൻ തലയിൽ പൂടയുണ്ടോ എന്ന് തപ്പി നോക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് അത് കൊള്ളുകയും ചെയ്യുന്നത്. കാരണം മാധ്യമപ്രവർത്തനം എന്നത് ശരിയായ ദിശയിലല്ല നടക്കുന്നത്. മാധ്യമപ്രവർത്തനം അതിൻ്റെ മഹനീയമായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് മാധ്യമപ്രവർത്തകർക്ക് എതിരെയുള്ള വിമർശനം. അങ്ങനെ വിമർശനം ഉയരുമ്പോൾ നിങ്ങൾ എന്തിനാണ് തല തടവി നോക്കുന്നത്? എൻ്റെ തലയിൽ പൂടയുണ്ടോ എന്ന് നോക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യമാണ് CPIM-ന്റെ സൈബർ ഇടങ്ങളിലും CPIM നേതാക്കളും ഉയർത്തുന്നത്. ഏതായാലും CPIM-നെതിരെ വലിയ തോതിൽ ആക്രമണം മാധ്യമപ്രവർത്തകർ നടത്തുമ്പോൾ അതിനെ നേരിടാൻ CPIM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പേരാണ് മാപ്ര. അത് മാധ്യമപ്രവർത്തകരെ ഉദ്ദേശിച്ചിട്ടാണ് വിളിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ വിമർശിക്കുന്നതിന് വേണ്ടി, മാധ്യമപ്രവർത്തകരെ കളിയാക്കുന്നതിന് വേണ്ടി, പരിഹസിക്കുന്നതിന് വേണ്ടി ഒക്കെ തന്നെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ CPIM നേതാക്കളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് എതിരെയും മാധ്യമങ്ങൾക്ക് എതിരെയും മാധ്യമങ്ങളുടെ തെറ്റായ പോക്കിന് എതിരെയും ശക്തമായ വിമർശനം ഔദ്യോഗിക തലത്തിൽ തന്നെ CPIM ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിന്റെ തെളിവാണ് A വിജയരാഘവന്റെ വാക്കുകൾ എന്ന് പറയാം. അതിനെ ന്യായീകരിക്കുകയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് CPIM ഔദ്യോഗികമായി തന്നെ തങ്ങളെ വിമർശിക്കുന്ന, CPIM-നെ വിമർശിക്കുന്ന, തെറ്റായ രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നവരെ മാപ്രകൾ എന്ന് വിളിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്.